ഹായ് ഗൈസ്, എൻ്റെ പേര് ശ്രുതി. ഒരുപാട് നാളുകളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെയോ തടസ്സങ്ങളാണ് ഗൈസ്, അതുകൊണ്ടാണ് തുടങ്ങാതെ നിന്നത് ഇത്രയും നാൾ. ഒരു പ്രാവശ്യം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിന്. അന്നേരം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഡെലിവറി എല്ലാം കഴിഞ്ഞ് അപ്പോൾ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഞാൻ നിന്നു. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് തുടങ്ങിയതാണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിന്ന് പറയും എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, നിനക്കൊന്നും വേറെ പണിയില്ല, മക്കളെ നോക്കി വീട്ടിൽ കുത്തിയിരുന്നാൽ പോരെയെന്ന് പറയും. ചിലർ പറയും നല്ല നല്ല കാര്യങ്ങൾ പറയും, നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്കത് നല്ലതല്ലേ, മറ്റുള്ളവർ പ്രോത്സാഹനം കിട്ടുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ലേ, അതെല്ലാം കൊണ്ട് ചിലർ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വരും. അപ്പോൾ നമ്മൾ ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ, അങ്ങനെ വിചാരിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഗൈസ്. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഈയിടെ എൻ്റെ ഇളയ മോൻ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള ഗൈസ്. ഏട്ടൻ രാവിലെ പോകും, പിന്നെ എൻ്റെ മോൻ സ്കൂളിൽ പോകും. ഇപ്പോൾ എൻ്റെ മോന് വെക്കേഷൻ ആയതുകൊണ്ട് എനിക്കൊരാളുണ്ട്, വീഡിയോ എടുത്ത് തരാനായാലും അല്ലെങ്കിൽ എൻ്റെ മോനെ നോക്കാനായാലും ഒരാളുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഇളയ മോന് മാത്രമേ ഉള്ളൂ, ആരും വീഡിയോസ് എടുത്ത് തരാനൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ രാവിലെ പോകും. അപ്പോൾ ഏട്ടനെല്ലാം ഫുൾ സപ്പോർട്ടാണ്, വീഡിയോസ് ചെയ്യുന്നതും കാര്യമെല്ലാം സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്, ആരും ഒരു മോശം വാക്കൊന്നും പറയില്ല. എല്ലാവരും പറയുന്നത് വെച്ചാൽ ഫുൾ സപ്പോർട്ടാണ്. നല്ല വീഡിയോസ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. കാരണം പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ കഴിവുണ്ടെങ്കിലോ നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് യൂട്യൂബ് ചാനലെല്ലാം. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ ഇളയ മോനെയും കൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ഷീണവും കാര്യങ്ങളെല്ലാം ആയി. ഒറ്റയ്ക്കാകുമ്പോൾ ഓനെ എടുത്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളെല്ലാം വന്നു ഗൈസ്. അപ്പോൾ പ്രഷർ നല്ല കുറഞ്ഞു. അപ്പോൾ പ്രഷർ കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലകർക്കും ആണ്, എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അതിൽ കിടക്കണം തോന്നും, ഫുൾ തലകർക്ക ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് നല്ലോണം പ്രഷർ കുറവായിരുന്നു, ഷുഗർ കുറവ്, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവെല്ലാം കുറവാണ്. അന്നേരം അടുത്ത സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, അധികവും നിന്നെ കാണുമ്പോൾ ഈ പ്രഷർ കുറയുന്നതിൻ്റെ കാരണം എന്തെങ്കിലും ദുഃഖങ്ങൾ, എന്തെങ്കിലും ടെൻഷൻ നിനക്കുണ്ടോ, ടെൻഷൻ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പ്രഷർ കുറയാൻ കാരണം. വീട്ടിൽ ആരെ ഉള്ളത് എന്നെല്ലാം ചോദിച്ചാൽ അവൻ ഒറ്റയ്ക്കാണ് ഉള്ളത്, എൻ്റെ മോനെയും കൊണ്ടല്ല. അവൻ മോനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നല്ല ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. എന്താ പറയുക, ആക്ടിവിറ്റീസ്, പാട്ട് പാടാനോ അതുപോലെ അഭിനയിക്കാനോ എന്തെങ്കിലും ഒരു കഴിവുണ്ട്, അതൊക്കെ നീ പുറത്തെടുക്കൂ. അങ്ങനെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നല്ല പ്രോത്സാഹനവും കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരെ എന്നോട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ തുടങ്ങിയാലോ അങ്ങനെയൊക്കെ വിചാരിച്ച് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസ് വെച്ച് ഇടുന്നതും. അപ്പോൾ അത് എല്ലാവർക്കും അത് പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കായാലും ചിലർക്ക് ഇതിനോട് അനിഷ്ടമുണ്ട്, കാരണം ഇഷ്ടക്കേടുണ്ട്. ചിലർ പറയും എന്തൊക്കെയാ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, കുഞ്ഞിനെയും കൊണ്ടല്ല എന്തെല്ലാം കോപ്രായങ്ങളാണ് അവൾ കാണിച്ചു കൂട്ടുന്നത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലർ പറയുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഗൈസ്, എന്തിനാ വെറുതെ ഞങ്ങളെ കുത്തി നോവിപ്പിക്കുന്നത്? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടില്ലേ? ഞങ്ങൾ കോപ്രായങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങളുടെ കോപ്രായം നിങ്ങൾ കാണണ്ട, എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കോപ്രായങ്ങളെ കാണിക്കുന്നതെന്ന്, സത്യമായി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ പിന്നെ അതിൽ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടി ഓരോന്ന് പറയാൻ അല്ലാതെ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കൊന്നും ആവില്ല ഒരിക്കലും. ഞാൻ ഇന്ന് ഇത്രയും കാലത്തിനുള്ളിൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10-12 വർഷമായി. ഈ കാലത്തിനടുത്ത് ഞാൻ ഇതുവരെ ഒരു ജോലിക്കോ ഒരു കാര്യത്തിനും പോയിട്ടില്ല. എൻ്റെ മക്കളെയും ഭർത്താവിനെയും എല്ലാം നോക്കി സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള മനസ്സിൻ്റെ സന്തോഷം, അതിനൊക്കെയാണ് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, മനസ്സിൻ്റെ സന്തോഷം ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഏട്ടൻ എന്നോട് എപ്പോഴും പറയും, ഇങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് ചെയ്താൽ പിന്നെ നമ്മളതൊന്നും ഒരിക്കലും ചെയ്യാതെ മൂലയ്ക്ക് കുത്തിയിരിക്കുകയേ ചെയ്യൂ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നവരുടെ കൂടെ നിൽക്കും. ഈ മോശം പറയുന്നവരോട് നമ്മൾ ചെയ്തത് മോശം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് അനുകൂലിക്കാം. പക്ഷെ നമ്മൾ മോശമല്ല ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് അനുകൂലിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുടുംബത്തിലുള്ളവരുടെ കേസ് ഞാൻ പറയുന്നത്, ചില കുടുംബത്തിലെ ചിലർ പറയുന്നത്, കുഞ്ഞിനെ എടുത്തിട്ട് എന്ത് അഭിപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് എന്ത് മറുപടി പറയാനുള്ള കേസ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കോപ്രായം എന്ന് പറയുന്നവർ എൻ്റെ വീഡിയോസ് കാണണ്ട, എന്നെ കുറ്റപ്പെടുത്താതിരിക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ആയി നല്ലതായി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഗൈസ്. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ നിങ്ങൾക്കും ഞങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളെ മുന്നേറാൻ സഹായിക്കും. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ
ടാറ്റ.